ഇപ്പോൾ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പി ജെയിംസ്, ഒരുപക്ഷെ അന്തർദേശീയ വാർത്തകൾക്കൊക്കെ തന്നെ പ്രാധാന്യം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ എങ്ങനെയാണെന്നറിയാൻ നമ്മുടെ വിദേശകാര്യ എക്സ്പെർട്ട് പി ജെയിംസ് ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പറയൂ ജെയിംസ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ഡിക്ലെയർഡ് വാറൊന്നും ആയിട്ടില്ല. പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു. ലോകത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ, ലോകരാജ്യങ്ങളിൽ മുഴുവൻ. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തണം എന്നുള്ളത്. പക്ഷേ അത് കേൾക്കാൻ ഏതായാലും രണ്ടു കൂട്ടരും തയ്യാറായിട്ടില്ല. മധ്യസ്ഥ നീക്കവുമായിട്ട് സൗദി അറേബ്യ രംഗത്ത് വന്നിട്ടുണ്ട്. സൗദി രംഗത്ത് വന്നതിൻ്റെ പിറകിൽ അമേരിക്കയാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത ലോയൽ സഖ്യ കക്ഷിയാണ് സൗദി. സൗദിക്ക് പാകിസ്ഥാനുമായി ഇന്ത്യയുമായി ബന്ധമുണ്ട്. പക്ഷേ പൊതുവെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൗദിയുടെ കൂടുതൽ ബന്ധം ഇന്ത്യയുമായിട്ടാണ്. അപ്പോൾ സൗദിയാണ് മധ്യസ്ഥ നീക്കങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല G7 രാഷ്ട്രങ്ങൾ അതിശക്തമായ